എംഎൽഎമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 9 മണിക്ക് പ്രോട്ടം സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രോട്ടം സ്പീക്കറായി മന്ത്രിസഭ നിശ്ചയിച്ച ജി സുധാകരൻ അല്പസമയം മുൻപ് ലോക്ഭവനിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റന്നാൾ രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോൺഗ്രസിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. എസ് വിനേഷ് കുമാർ വിശദാംശങ്ങളുമായി. വിനേഷ്, നാളെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നു. അതിന് മുന്നോടിയായാണ് ഇന്ന് ഏറ്റവും മുതിർന്ന അംഗം ജി സുധാകരൻ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം പ്രോട്ടം സ്പീക്കറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ? ഇനി നാളെ നടക്കാനിരിക്കുന്നത് എന്ത്? ഒപ്പം സ്പീക്കർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ, അതെല്ലാം ഇതിനോടകം തന്നെ ആ പേരുകളും പുറത്തു വന്നതാണ്. അനുജ, അല്പസമയം മുമ്പാണ് മുതിർന്ന നേതാവും അതുപോലെ തന്നെ എംഎൽഎയുമായ ജി സുധാകരൻ എംഎൽഎ ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. അത് ഗവർണർക്ക് മുമ്പാകെയായിരുന്നു, അർലേക്കറിന് മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തെ പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം അത് ഈ മന്ത്രിസഭയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് പൂർത്തിയായത്. കാരണം അദ്ദേഹം രാവിലെ തന്നെ അവിടെ എത്തുന്നു, ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മറ്റ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ. അദ്ദേഹം പ്രോടൈം സ്പീക്കറായല്ല, മറിച്ച് എംഎൽഎ ആയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത്. പ്രോടൈം സ്പീക്കർ എന്നുള്ള പദവി മന്ത്രിസഭ നൽകുന്നതാണ്. ആ പ്രോടൈം സ്പീക്കർ ആയിരിക്കും ഇനി പുതിയ സ്പീക്കർ വരുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. ഇതിൽ 140 എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്യണം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എംഎൽഎമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. ഇത് പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടത് ജി സുധാകരനാണ്. ജി സുധാകരൻ പ്രോടൈം സ്പീക്കർക്കാണ് ഇതിൻ്റെ ചുമതല. അതിനുശേഷം മറ്റന്നാളാണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോൺഗ്രസിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. എന്തായാലും അതുവരെയുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഈ പ്രോടൈം സ്പീക്കറുടെ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ അത് എംഎൽഎമാർക്ക് നാളെ അത് കൃത്യമായി തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും രാവിലെ 9 മണിക്ക് തന്നെ അത് ആരംഭിച്ച് കൃത്യമായി സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഓരോ എംഎൽഎമാരും സത്യപ്രതിജ്ഞ ചെയ്യുകയും അവരുടെ ചുമതലയേൽക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ പ്രോടൈം സ്പീക്കറായ ജി സുധാകരനായിരിക്കും. അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.